ഞാനൊരു 90s ആയതുകൊണ്ടായിരിക്കും ഞാൻ ഭയങ്കര എ ആർ റഹ്മാൻ ഫാനായിരുന്നു. അല്ല, കീബോർഡ്, ഗിറ്റാർ, ബേസ് ഗിറ്റാർ ഉണ്ട്, അക്കോസ്റ്റിക് ഉണ്ട്. അങ്ങാടിത്തേക്കുള്ള ഒരു പാട്ടുണ്ടല്ലോ, പേര് ചെല്ലുന്നു. റഹ്മാൻ എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടോ ആ സ്റ്റൈലെല്ലാം എനിക്ക് ഇഷ്ടപ്പെടും. ജേക്സ് ബിജോയ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സുഷിൻ ശ്യാം ഭയങ്കര ഇഷ്ടമാണ്. പഴയ ഒരു 90s റഹ്മാനൊക്കെ ചെയ്ത ആ ഒരു മെലഡിയും കൂടെ എടുത്ത് ഇപ്പോഴത്തെ സൗണ്ടിങ് സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നിട്ട് ചേർത്ത് വേണം പോകാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സിന്തസൈസറിൻ്റെ വരവോടുകൂടി സൗണ്ടിങ്ങുകൾ ഭയങ്കരമായിട്ട് ആയി കൂടുതൽ. ഞാൻ വിചാരിച്ച മറന്നെന്ന് വിചാരിച്ചതാ സൈഡിൽ കൂടെ. മേലെ വെള്ളിത്തിങ്കൾ താഴെ നീലാക്കായൽ, മേലെ വെള്ളിത്തിങ്കൾ താഴെ നീലാക്കായൽ, പൊന്നല പോലെ തെന്നൽ നിന്റെ ചുരുൾ മുഖത്തുമ്പത്ത് വെണ്ണിലാപ്പൂക്കൾ. ഇപ്പൊ ആ ഷോർട്ട് ഫിലിമിന് താഴെയുള്ള കമന്റ്സ് നോക്കി കഴിഞ്ഞപ്പോ എല്ലാരും റീൽസ് കണ്ടിട്ട് വന്ന് എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ആ ടീമിനെ കുറിച്ച് ഒന്ന് പറയാം. അതിന്റെ ഡയറക്ടർ ആകാശ്, പിന്നെ ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുന്നതിനേക്കാളും കണ്ണൂർ ടീമാണ്. ആകാശുണ്ട്, അതിൻ്റെ ഒരുപാട് നല്ലൊരു ടീമാണ് അവർ. ആകാശ്, സിദ്ധാർത്ഥ്, പിന്നെ അങ്ങനെ കുറേ പയ്യന്മാരുണ്ട്. അവർ എല്ലാത്തിനും പരസ്പരം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അവരൊരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും അതിനൊരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫോർട്ടും പരസ്പര ബഹുമാനവും ഉണ്ട്. ഒരു സിനിമയിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു ബഹുമാനം അത് ഇപ്പോഴേ പരസ്പരം കൊടുത്തിട്ട് അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഞാനും അതാ മനസ്സിലാക്കിയത്. ഒരു ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, അതിനൊരു സിനിമ എടുക്കുന്ന രീതിയിൽ അവരതിനെ എഫേർട്ട് എടുത്തിട്ട് ഔട്ട് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ എല്ലാം ഔട്ട് ആ രീതിയിൽ. അവർ കുറേ പേരുണ്ട്, അവരുടെ നല്ല കമ്പനിയാണ്. ഞങ്ങളൊരു കഥയായാലും എന്തായാലും നേരത്തെ വിളിച്ച് പറയും. ആകാശം ഞാനും അടുത്ത സുഹൃത്തുക്കളാണ്. അവർ കഥകളൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കും മനസ്സിലൊരു മ്യൂസിക് വരും. അപ്പോൾ ആകാശം നല്ല സ്വാതന്ത്ര്യം തരും. നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സിനിമ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. വേറൊരാൾ, മറ്റു സുഹൃത്തല്ലാത്ത ഒരാൾ സിനിമയായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവർ കുറച്ച് പേര് അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൂടെ തന്നെ സിനിമയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിലും എല്ലാവരും സിനിമയിലേക്ക് എത്തി. അപ്പം അതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് കൂടുതലായിട്ട് എൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. കാരണം ആകാശമൊക്കെ ഞാനിപ്പോൾ ഒരു സീൻ പറയുമ്പോൾ തന്നെ ആയാൽ പോലും ഞാനിങ്ങനെ എനിക്ക് മ്യൂസിക്കലി അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ പറയും, ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ എനിക്ക് അവിടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതുപോലൊരു സാധനം കൂടെ ചെയ്യാം. അപ്പോൾ അന്നേരേ പോവാ പിന്നെ അത് എടുക്കാനായിട്ട്, ഷൂട്ട് ചെയ്യാനായിട്ട്. ബാക്കി അവിടെ ചെയ്തോ, ഞങ്ങളിവിടെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഷെഫീഖിൻ്റെ സെക്കൻഡ് ഷൂട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നു. എനിക്കിവിടെ ഞാനിങ്ങനെ ഒരു സാധനം ചെയ്യാം, നിങ്ങളവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാമെങ്കിൽ ഞാനിങ്ങനെ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. അവരുടെ കൂടെ പോയിട്ടാണോ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കൊരു സാധനം വേണമല്ലോ, കോൺസെപ്റ്റ് വേണം, എന്തായിരിക്കും പ്ലേസ് ചെയ്യേണ്ടത് കണ്ടിട്ടാണോ അതോ പറഞ്ഞു തരുമോ, എങ്ങനെയാണ്? അങ്ങനെയല്ല, എനിക്ക് ഡയറക്റ്റിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. പിന്നെ ഇപ്പോൾ ഞാനായാലും തുരുത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളവിടെ താമസിച്ചൊക്കെ ആയിരുന്നു വർക്ക് ചെയ്യുക, എല്ലാവരോടും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ സമയത്ത് ഞങ്ങളവിടെ ഉണ്ട്. അതിലുപരി ഒതളങ്ങാത്തടുത്തിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു അംബുജിയായിട്ടാണ് ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം, വെബ് സീരീസ് എന്നുള്ള രീതിയിൽ കഥ പറച്ചിലും മ്യൂസിക്കുമായിട്ട് ഞങ്ങളിങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ അംബുജി കഥ പറയുമ്പോഴത്തേക്കിന് അംബുജിക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന മ്യൂസിക് എന്താണോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഫലിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് മനസ്സിൽ കാണും, ഇങ്ങനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സമയത്ത് തുടക്കം എന്നുള്ള രീതിയിൽ ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും അന്നത്തെ മ്യൂസിക്. പക്ഷേ അത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റി തുടങ്ങി. പിന്നീട് ഇങ്ങനെ ഓരോ വർക്കുകൾ ചെയ്ത് വന്ന് മാറ്റങ്ങൾ വന്ന് ലാസ്റ്റ് കണ്ണൂർ ടീമിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇപ്പോൾ ഈ കഥ പറച്ചിലൊരു മെയിൻ സംഭവമാണ്. നമ്മുടെ ഒരു കഥ ഇങ്ങനെയാണ്. പക്ഷെ ആകാശം ഞാനും തമ്മിൽ ഇതുവരെ കഥ പറയാറില്ല. ആകാശം ഒരു സീൻ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഫൈനൽ ഔട്ട് തരാറേ ഉള്ളൂ. ഒന്ന് ദൂരം പോകാനുള്ള ദൂരം, പക്ഷെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞാൻ പോകും, അത് വേറെ. പക്ഷേ ഫൈനൽ ഔട്ട് തരത്തേ ഉള്ളൂ. ഫൈനൽ ഔട്ട് തരുമ്പോൾ തന്നെ പക്ഷെ അവരൊരു ടീം റെഡി ആയിട്ട് നിൽക്കുക. ഇപ്പോൾ എനിക്കൊരു സീനിനകത്ത് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ
അവരൊരു അത്രയും പിള്ളേർ അവർ റെഡി ആയിട്ട് നിൽക്കുക, എന്നാൽ പിന്നെ അതോടെ പോയി എടുത്തേക്കാന്നുള്ള രീതിയിൽ. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയത് അവർ. കൂടെ നിൽക്കാനായിട്ട് ആ അതെ അതെ അതെ. എന്ന് പറയുന്നത് കാരണം നമ്മളത് കണ്ടിട്ടുള്ളത് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഓരോ ടീമായിട്ട് സിനിമയിലൊക്കെ വന്ന ആൾക്കാരെ പറ്റി നമുക്കറിയാം. ഇപ്പം പ്രേമം ടീം അല്ലെങ്കിൽ അതിന് മുമ്പ് ഇങ്ങനെ ഓരോ ടീമുകളായിട്ട് വന്നപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ട് ഭയങ്കര. അപ്പം ഞാനും അത് സ്വപ്നം കാണുന്നുണ്ട്. അതായത് എൻ്റെ ഒരു എനിക്കിപ്പോൾ കുറേ ആൾക്കാരെൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ടീമായിട്ട് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. ഈ ഹാഷിറിന്റെയും ടീമൊക്കെ പോലെ അതെ അവരുടെ ടീമുകൾ എന്തെങ്കിലും ഒരു വലിയ ടീമായിട്ട് മാറട്ടെ, എല്ലാവരും ഒരുമിച്ച് ഒരു സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് അതെ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. ഇപ്പൊ ചേട്ടൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് 10 വർഷം ആയെന്ന് പറഞ്ഞല്ലോ. അതെ അതിനിടയ്ക്ക് കൊറോണ ടൈമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർഷം പറഞ്ഞാൽ ഭയങ്കര ബ്രേക്ക് കിട്ടിയ ഒരു 2-3 വർഷമായിരുന്നു. ആ സമയത്തൊക്കെ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? കൊറോണയാണ് ഞങ്ങളെ രക്ഷിച്ചത്. കാരണം ആ സമയത്താണ് ഒതളങ്ങാത്തിരുത്ത് വൈറലാകുന്നത്. കാരണം അതിന് തൊട്ട് മുമ്പ് തുടങ്ങിയതാണ് എങ്കിലും അത്രത്തോളം ആളുകൾ യൂട്യൂബ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ആ സമയത്താണ്. അപ്പോൾ ആ സമയത്താണ് ഇത് വൈറലാവാൻ കാരണം. കൊറോണ കഴിഞ്ഞ് ആ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് എങ്കിലും ആൾക്കാർ ഒരുപാട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ ധരിച്ചിറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൊറോണ സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്തതും ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ആ വൈറലാവുന്ന സമയത്താണ് കൊറോണ വരുന്നത്. ശരി, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അടുത്ത എപ്പിസോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും മനസ്സിൽ ഇഷ്ടപ്പെട്ട് വൈറലായി എല്ലാവരും അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കിന് ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് പുറത്തിറങ്ങി എല്ലാവരും കാണുക എന്നൊക്കെ ഉള്ളൊരു സന്തോഷമുള്ള കാര്യമില്ല. അത് പറ്റുന്നില്ല, പുറത്തിറങ്ങിയ ആരും ഇല്ല, മനസ്സിലാക്കാൻ പോലും ആളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളായിരുന്നു ഉള്ളത്. അല്ലാതെ ബുദ്ധിമുട്ടുകളായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ലൈവ് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയം അതൊക്കെ ഇല്ലാതായിപ്പോയി. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ മാറി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നല്ലൊരു ശതമാനം ലൈവ് ഷോയിൽ നിന്നൊക്കെ തന്നെ ഇനി മാറി, അതായത് പ്രോഗ്രാം ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് വർക്കായി കൂടുതലും കമ്പോസിങ് സെഷനിലോട്ടൊക്കെ ഇരുന്ന് പിന്നെ വീട്ടിൽ തന്നെ സ്റ്റുഡിയോ സെറ്റപ്പ് പോലെയൊക്കെ ഇട്ടിട്ട് പിന്നെ കൂടുതൽ അങ്ങോട്ടങ്ങ് മാറിയത് മൊത്തത്തിൽ. പിന്നെയാണ് ഇങ്ങനെ വന്നിട്ട് കണ്ടന്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് തുടങ്ങിയത്. പുതിയ വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയാണ്? എല്ലാം വീട്ടിൽ തന്നെ റെക്കോർഡിങ് ഉൾപ്പെടെ. ചില പാട്ടുകൾ മിക്സിന് മാത്രമേ വെളിയിൽ പോകാറുള്ളൂ, ബാക്കി അതിന്റെ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം വീട്ടിൽ തന്നെ. ഇപ്പൊ എല്ലാം ഒരാൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അതെ, ലിറിക്സ് തുടങ്ങും. ഇപ്പൊ ചേട്ടൻ ഗിറ്റാർ മാത്രമാണോ ചെയ്യുന്നത്? അല്ല, കീബോർഡ്, ഗിറ്റാർ, ബേസ് ഗിറ്റാർ ഉണ്ട്, അക്വസ്റ്റിക് ഉണ്ട്. പിന്നെ കൂടുതലും ഈ 3 ഉപകരണമാണ് വായിക്കാറുള്ളത്. കാരണം നമുക്ക് കമ്പോസർ ആകുമ്പോഴത്തേന് അത്യാവശ്യം കുറച്ച് ഉപകരണങ്ങൾ വായിക്കുന്നത് അത്യാവശ്യം വായിച്ചിരിക്കണം. വായിച്ചില്ലെങ്കിലും ആ ഒരു ഉപകരണത്തെ പറ്റിയുള്ള ഒരു അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എങ്ങനെയാണ് വായിക്കുക, സ്റ്റൈൽ എങ്ങനെയാണ്. കാരണം നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുന്ന കീബോർഡിൽ ചെയ്യുമ്പോഴത്തേക്കിന് ഇപ്പം നമ്മുടെ കയ്യിലില്ലാത്തൊരു ഉപകരണത്തിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ വായിക്കണം. അപ്പം നമ്മൾ ആ ഉപകരണത്തെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാക്സിമം റെഫർ ചെയ്യുക, അതാണ്. ചേട്ടന് എന്ത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് ഇഷ്ടം? ഇപ്പോ ലൈറ്റ് മ്യൂസിക് ആണോ, മെലഡി ആണോ? എനിക്ക് ഞാനൊരു 90s ആയതുകൊണ്ടായിരിക്കും ഞാൻ ഭയങ്കര AR റഹ്മാൻ ഫാനായിരുന്നു. AR റഹ്മാൻ ഫാൻ ആയതുകൊണ്ട് എനിക്ക് അപ്പം അറിയാലോ ജോണർ എന്തായിരിക്കും. അപ്പോൾ എല്ലാ സ്റ്റൈലും എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ AR റഹ്മാൻ എന്നുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടോ ആ സ്റ്റൈലെല്ലാം എനിക്കിഷ്ടപ്പെടും. അപ്പോൾ ആ സമയത്തുള്ള എല്ലാ ജോണറിലുള്ള പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസിക്കൽ ആയിക്കോട്ടെ, മെലഡി ആയിക്കോട്ടെ, ഫാസ്റ്റ് ആയിക്കോട്ടെ, ഡപ്പാങ്കൂത്ത് ആയിക്കോട്ടെ, റാപ്പ് ആയിക്കോട്ടെ. റഹ്മാൻ്റെ കാലത്തെ റാപ്പുകൾ വേറെ സ്റ്റൈലായിരുന്നു, അതിനകത്ത് മെലഡി മിക്സ് ആയിരുന്നു. ഇപ്പോഴത്തെ പോലത്തെ റാപ്പല്ല. അപ്പോൾ അതൊക്കെ എല്ലാ സ്റ്റൈലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് മാറി വന്നു, ഹരിഷ് ജയരാജ് വന്ന് ലാസ്റ്റ് സന്തോഷ് നാരായണൻ, അനിരുദ്ധ്, ആ ഒരു ഗ്യാങ്ങിലെത്തി. അപ്പോൾ ആ പാട്ടുകളുടെയും കമ്പോസിങ്ങിൻ്റെയൊക്കെ സ്റ്റൈലും മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടാലേ പറ്റൂ. കാരണം നമ്മുടെ കമ്പോസിങ് സെഷനിലെല്ലാം ഇവരെയൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കാരാണ്. എങ്കിലും ഞാൻ 90s AR റഹ്മാനാ പാടാ. കാരണം ഏത് പാട്ട് കമ്പോസ് ചെയ്യാനിരുന്നാലും ഇങ്ങനെ ഒരു 90s കുറച്ച് പാട്ടുകൾ എടുത്ത് വെച്ച് കേൾക്കാറുണ്ട്. പിന്നെ ദേവ മ്യൂസിക് കമ്പോസർ ദേവ, പിന്നെ അജയ് അതുൽ, ഇവരുടെയൊക്കെ ഫാനാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പാട്ട് എടുത്ത് വെച്ച് കേട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഇനി തുടങ്ങാം. അതെ, അതൊക്കെ ഏത് പാട്ടാണെന്നോ കേൾക്കേണ്ടത്. ഞാനും കമ്പോസിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡയറക്ടറെ അവരെല്ലാം വിളിച്ചിട്ട് ചിലർക്ക് ഇങ്ങനെ പറയാനറിയും, ഒരു പാട്ട് കേൾപ്പിച്ചിട്ട് ഇതുപോലൊരു പാട്ട് വേണമെന്നേ പറയാൻ പറ്റും. അപ്പോൾ
ആ പറയുന്ന ഇതുപോലൊരു പാട്ട് കൊടുക്കുന്നതിന് പകരം ആ പാട്ടിനെ അപ്പുറം നിൽക്കുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് ആ പാട്ട് കേട്ടിട്ട് നമുക്ക് അതുപോലെ വേറൊരു പാട്ട് ചെയ്യാൻ തോന്നുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അല്ലാതെ അതേപോലെ എടുത്തു വെക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും കേൾക്കാറുള്ളത് 90കളിലെ AR റഹ്മാൻ. മലയാളത്തില് ഒരുപാട് പേരുണ്ട്. മലയാളത്തില് പഴയ ലെജൻഡുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലയളവിൽ നമുക്ക് കുറച്ചുകൂടി ഇങ്ങ് വരുന്നിട്ട് ഞാൻ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഔസേപ്പച്ചനെ ഇഷ്ടമായിരുന്നു. പിന്നെ അല്ല ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം എല്ലാവരെയും ഇഷ്ടമാണ്. കാരണം നമുക്ക് നമ്മുടെ ആ കാലയളവിൽ ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകളുണ്ടല്ലോ, അവരിത്രയും പേരാണെന്നുള്ള. പിന്നെ നമുക്ക് പഴയ ലെജൻഡുകളെ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം പറയേണ്ട ആവശ്യമില്ല, അവരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എങ്കിലും നമുക്ക് പെട്ടെന്ന് എടുത്ത് പറയത്തക്ക രീതിയിൽ പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. ലേറ്റസ്റ്റ് പാട്ടുകൾ, ലേറ്റസ്റ്റ് മ്യൂസീഷ്യന്മാരെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കാരണം അവരൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളും ഇനി കമ്പോസിങ് സെഷനിലോട്ട് ഇറങ്ങേണ്ട ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ എല്ലാം വർക്കുകൾ, അവരുടെ എല്ലാം മ്യൂസിക് സ്റ്റൈലുകൾ, അവരുപയോഗിക്കുന്ന കൂടുതലും സോഫ്റ്റ്വെയറിലെ കാര്യങ്ങൾ, സ്റ്റൈലുകളെല്ലാം റെഫർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ ഇഷ്ടം JX ബിജോയ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സുഷിൻ ശ്യാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് നമ്മുടെ എക്കോയിലെ മ്യൂസിക് കമ്പോസറല്ലേ, പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെയൊക്കെ ഒരു സൗണ്ടിങ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. ആ കൊണ്ടുവരുന്ന സിന്തസൈസർ കൊണ്ടുവന്ന ക്രിസ്റ്റോഫ് സേവിയറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവരെ കൊണ്ടുവരുന്ന സ്റ്റൈൽ. അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്നത്, എങ്കിലും ആ സൗണ്ടിങ് ഇവർ ചെയ്യുന്ന പോലെ സൗണ്ടിങ് ചെയ്യണമെങ്കിലും ഒരു മെലഡിയും കൂടെ ചേർക്കുന്ന രീതിയിൽ നമുക്കായി മാറണം. മീൻസ് പഴയ ഒരു 90s റഹ്മാനൊക്കെ ചെയ്ത ആ ഒരു മെലഡിയും കൂടെ എടുത്ത് ഇപ്പോഴത്തെ സൗണ്ടിങ് സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നിട്ട് ചേർത്ത് വേണം പോകാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ. കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇപ്പം ഈ സിന്തസൈസറിന്റെ വരവോടുകൂടി സൗണ്ടിങ്ങുകൾ ഭയങ്കരമായിട്ട് ആയി. കൂടുതലെന്ന് വെച്ചാൽ കമ്പോസിങ്ങിൽ മെലഡി ചേർക്കുന്നതിന് പകരം ഒരു സൗണ്ട് എടുത്ത് സാമ്പിളിങ് ചേർത്തിട്ട് അതിനകത്ത് സൗണ്ടിങ്ങുകൾ എഫക്ട്സ് ആക്കി മാറ്റുക, അതിങ്ങനെ കമ്പോസിങ് പോലെ ചേർക്കുക, അതിൻ്റെ മോഡുലേഷൻസിൽ നമുക്ക് മ്യൂസിക് പോലെ തോന്നുക എന്നുള്ളതല്ലേ. യഥാർത്ഥത്തിൽ അത് മ്യൂസിക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കറക്റ്റ്. പക്ഷെ അതിലുപരി പണ്ടത്തെ ഒരു മ്യൂസിക് സ്റ്റൈലുണ്ട്. അതായത് ആ സെഷൻ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു മെലഡി കാണും, നമുക്ക് അത് വീണ്ടും മൂളാൻ തോന്നും. ഇപ്പം നമുക്കൊരു സിനിമ ചെയ്താലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മ്യൂസിക് ഉണ്ട്, പക്ഷെ നമുക്കത് ഓർത്ത് പാടാൻ പറ്റുന്നില്ല. കാരണം അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എല്ലാവരുടെയും ഇല്ല. പക്ഷെ പഴയത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പാട്ടുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന സ്കോറുകൾ വരെ നമുക്ക് മൂളാൻ തോന്നുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുപോലെയും കൂടി നമ്മൾ പരിഗണിക്കണം. സിന്തസൈസർ ഉപയോഗിക്കുകയും വേണം, എന്നാൽ അതിനകത്തൊരു മെലഡി മ്യൂസിക് കൊണ്ടുവരികയും വേണം. അതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വിചാരിച്ചു മറന്നെന്ന് വിചാരിച്ചതാ സൈഡിൽ കൂടെ. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. കാത്തിരിപ്പൂ വിങ്ങലല്ലോ കാലമെന്നു മൗനമല്ലോ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അതിനാണ് വിഷയം. ഒരു മേലെ വെള്ളിത്തിങ്കൾ താഴെ നീലാക്കായൽ, മേലെ വെള്ളിത്തിങ്കൾ താഴെ നീലാക്കായൽ, പൊന്നല പോലെ തിന്നൽ നിന്റെ ചുരുൾ മുഖത്തുമ്പത്ത് വെണ്ണിലാപ്പൂക്കൾ. പൂനിലാമഴയിൽ പ്രണയം തേലി വീശുന്നു, മേലെ വെള്ളിത്തിങ്കൾ താഴെ നീലാക്കായൽ. സിമ്പിൾ ആയിട്ട് പാടി അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഇനി വരാനുള്ള പ്രോജക്റ്റ് ഞാനീ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളുടെ 2 സിനിമയാണ്. അത് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കമ്പോസിംഗ് സെഷനിൽ ഞാൻ